ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ബിജു ഇബ്രാഹിമിൻ്റെ കണ്ണുകളും മട്ടാഞ്ചേരിയുടെ സൂക്ഷ്മ ലോകവും. മട്ടാഞ്ചേരിയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ ഫോട്ടോഗ്രാഫുകളാണ് ബിജു ഇബ്രാഹിം എടുത്തത്. ഒരു സ്ഥലത്തിന് ആത്മാവുണ്ടോ, മനുഷ്യന് തന്നെ ആത്മാവുണ്ടോ എന്നത് ഒരു ചോദ്യമായിരിക്കുമ്പോൾ എങ്ങനെയാണ് ബിജു ഇബ്രാഹിം എന്ന ഫോട്ടോഗ്രാഫർ മട്ടാഞ്ചേരിയുടെ ആത്മാവിൻ്റെ ചിത്രമെടുത്തത്? ബിജു പറയുന്നത് ഈ ചിത്രങ്ങളിലെല്ലാം അരൂപികളുമുണ്ട് എന്നാണ്. ബിജുവിൽ ഒരു ദേശാടകനുണ്ട്. ബിജു ഇബ്രാഹിമിൽ ഒരു ദേശാടകനുണ്ട്. ദേശാടകന് ഒരു ദേശവും സ്വന്തമല്ല, അല്ലെങ്കിൽ എല്ലാ ദേശത്തിൻ്റെയും സ്വന്തക്കാരനാണ് ദേശാടകൻ. ബിജു ഇബ്രാഹിം അങ്ങനെ ഒരാളാണ്. അങ്ങനെയാണ് മട്ടാഞ്ചേരിയും ബിജുവിനെ സ്വന്തമായി കരുതുന്നത്. ബിജു ഇബ്രാഹിം കൊണ്ടോട്ടിക്കാരനാണ്. ഞാൻ തിരുവണ്ണാമലയിൽ നിന്ന് ഒരു സന്യാസിയിൽ നിന്ന് കേട്ടിട്ടുള്ളത്, ബിജു ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് ഒരു ഫോം ഉണ്ടല്ലോ, ഒരു ഇമേജ് ഉണ്ട്. എന്നാൽ ആ ഇമേജിനപ്പുറത്തേക്ക് ബീയിങ് ആയിട്ടുള്ള ഫോംലെസ് ഉണ്ട്. ആ ഫോംലെസ്സിനെ കുറിച്ച് എപ്പോഴും ഫോട്ടോഗ്രാഫ് എടുക്കാൻ ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് സത്യത്തിൽ അത് ചില സമയത്ത് എനിക്ക് നമ്മളറിയാതെ ചില സാധനങ്ങൾ ഫോട്ടോഗ്രാഫിൽ വരുന്നത് അങ്ങനെ ഒരു അനുഭവം കൂടിയുണ്ട്. ഒരു ബീയിങ് ആയിട്ടുള്ള ഒരു അനുഭവം ഓരോ ഒബ്ജക്റ്റിനും, മനുഷ്യരെ മാത്രമല്ല എന്തിനെടുക്കുമ്പോഴും ആ ഒരു ഫോംലെസ് ആയിട്ടുള്ളൊരു ഇടം കൂടി ഉണ്ട് എന്നുള്ളത് അവർ പറഞ്ഞപ്പം കൂടുതൽ നമ്മളെ തന്നെ ഫോട്ടോഗ്രാഫർ എപ്പോഴും ഈ ഇമേജിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിക്കാതിരുന്ന മട്ടാഞ്ചേരിയിലെ സ്ഥാവര ജംഗമങ്ങളുടെയും അവിടെ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന 39ഓളം വിവിധ സമൂഹങ്ങളുടെയും വിവിധ വിശ്വാസങ്ങളും ഭാഷകളും ഭക്ഷണവുമുള്ളവർ, അവരുടെ എല്ലാം ചിത്രങ്ങളാണ് ബിജു ഇബ്രാഹിം എടുത്തത്. ഒരു നാടിൻ്റെ നൂറ്റാണ്ടുകളിലൂടെ ആർജിച്ച ജീവിതത്തിൻ്റെ രേഖാചിത്രങ്ങളായി മാറുകയായിരുന്നു ഇവ. ഗൗഡ സാരസ്വത ബ്രാഹ്മണർ മട്ടാഞ്ചേരിയിൽ വന്നത് 500 വർഷങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ 1115 AD യമനിൽ നിന്ന് വന്നവരും മട്ടാഞ്ചേരിയിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ വന്ന ജൂതരും മട്ടാഞ്ചേരിയിലുണ്ട്. റിയാസ് കോമുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ആർട്ട് ഹാർബർ 2017 കമ്മീഷൻ ചെയ്ത പ്രോജക്റ്റിൻ്റെ ഭാഗമായി ബിജു ഇബ്രാഹിം ചെയ്ത ഈ വലിയ ആർക്കൈവൽ ആക്ടിവിറ്റി ഇതിനോടകം തന്നെ ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നതാണ്. വിവിധ പ്രദേശങ്ങളിൽ ഈ ചിത്രങ്ങളുടെ പ്രദർശനങ്ങളും നടന്നു കഴിഞ്ഞതാണ്. കോഴിക്കോട്ടുള്ള ഡിസൈൻ ആശ്രമിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദർശനം 2025 ജനുവരി 27 കാണാനിടയായതിൻ്റെ പ്രതിധ്വനിയാണ് ദില്ലി ദാലിയുടെ ഈ ലക്കം. ബിജു ഇബ്രാഹിമുമായുള്ള ഒരു ദീർഘ സംഭാഷണവും ദില്ലി ദാലിയുടെ ഈ അധ്യായത്തിൻ്റെ ഭാഗമാണ്.
എൻ്റെ ഉപ്പ മട്ടാഞ്ചേരിയിൽ കപ്പൽ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് 16-ാം വയസ്സിൽ. ഇവിടുത്തെ ബേപ്പൂരിലെ കലാസികളെ കൂടെയാണ് അന്ന് പോയിട്ടുള്ളത്. അന്ന് 3 മാസം അവിടെ വന്ന് കപ്പൽ വിളിച്ച കഥകളൊക്കെ കുട്ടിക്കാലത്ത് എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്. പിന്നീട് ഞാൻ മട്ടാഞ്ചേരിയിൽ എത്തുന്നത് പത്മശ്രീ ഗുലാം ഷെയ്ഖിന് വേണ്ടിയിട്ട് പ്രശസ്ത ഫോട്ടോഗ്രാഫർ അബുൽ കലാം ആസാദ് എൻ്റെ മാമൻ്റെ കൂടെ ആയിരുന്നു പോയത്. അവിടെ അബുൽ കലാം ആസാദിന് മട്ടാഞ്ചേരിയിൽ ഒരു ഗാലറി ഉണ്ട്, ഒരു വലിയ ഗാലറി ആയിരുന്നു അത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഗാലറി സ്പേസൊക്കെ അന്ന് ഞാൻ കാണുന്നത്. അത് 2013 എന്നാണ് തോന്നുന്നത് എനിക്ക്. അന്ന് സൂര്യഗ്രഹണം നടക്കുന്ന സമയമായിരുന്നു. ഗുലാം ഷെയ്ഖിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഗുലാം ഷെയ്ഖിൻ്റെ ഫോട്ടോ എടുത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഗ്രഹണം കാണുന്നത്. ഒരു ബ്ലെസ്സിങ് മൊമെൻ്റ് ആയിരുന്നു. അതിൽ നിന്ന് അബുൽ ഗുലാം ഷെയ്ഖിനെ മട്ടാഞ്ചേരിയിലേക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ച് അബുലിൻ്റെ മൊത്തം വർക്കുകൾ ഗുലാം ഷെയ്ഖിന് വേണ്ടി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ മട്ടാഞ്ചേരിയിലൂടെ നടക്കുകയും അബുലിൻ്റെ വർക്കുകൾ കാണുകയും 2 അനുഭവങ്ങളാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. അബുലിൻ്റെ വർക്കുകൾ കണ്ടോടുകൂടി മറ്റൊരു ലൈറ്റ്, ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള വേറൊരു ലൈറ്റ് എൻ്റെ ഉള്ളിൽ വരികയാണ്. അത്രയും സ്ട്രോങ് ബോഡി ഓഫ് വർക്ക് എത്നോഗ്രാഫിയിലും അബുലിൻ്റെ വർക്ക് ഓഫ് ആർട്ടുള്ള രീതിയിൽ അബുൽ ഓരോ ഫോട്ടോഗ്രാഫിനെയും വർക്ക് ചെയ്യുന്നതൊക്കെ അത്രയും സ്ട്രോങ് ആയിരുന്നു. അങ്ങനെയാണ് മട്ടാഞ്ചേരിയിൽ ആദ്യം എത്തുന്നത്. പിന്നീട് എൻ്റെ തിരുവണ്ണാമല പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് ഷഹബാസ് അമൻ എന്നെക്കുറിച്ചുള്ള ചെറിയൊരു കുറിപ്പ് ഫേസ്ബുക്കിലിട്ടതിൻ്റെ ഭാഗമായിട്ട്, അത് റിയാസ് കോം പ്രശസ്ത ആർട്ടിസ്റ്റും ക്യൂറേറ്ററുമായ കൊച്ചി ബിനാലയുടെ ഫൗണ്ടറുമായുള്ള റിയാസ് കോമും പോസ്റ്റ് കാണുകയും എന്നെ ഒരു 3 മാസത്തെ കലാ റെസിഡൻസിക്ക് മട്ടാഞ്ചേരിയിലേക്ക് ക്ഷണിക്കുകയാണ്, ഒരു ആർട്ട് ഹാർബർ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ. അപ്പോൾ അവിടെ എത്തുമ്പം അവിടെയുള്ള ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. അൻവർ അലി, അനിത തമ്പി, ദാമു അരവിന്ദ്, അങ്ങനെ വലിയൊരു ആൾക്കാരുടെ എക്സിബിഷൻ്റെ പ്ലാനിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നോടും റിയാസ് കോമു പറഞ്ഞു, നീ അനിത തമ്പിയെ അസിസ്റ്റ് ചെയ്യൂ, അദ്ദേഹത്തിൻ്റെ ഒരു പോയട്രി ഇൻസ്റ്റലേഷൻ ഉണ്ട്. അങ്ങനെയാണ് മട്ടാഞ്ചേരിയിലൂടെ നടക്കുന്നതും മട്ടാഞ്ചേരിക്കാരെ പരിചയപ്പെടുന്നതും. പതുക്കെ ആ എക്സിബിഷൻ തുടങ്ങുന്നതോടുകൂടി എന്നോട് പൂർണ്ണമായിട്ട് റെസിഡൻസി വർക്ക് ചെയ്യാൻ പറയുകയും, നീ ആദ്യം കമ്മ്യൂണിറ്റി എന്താണ് മട്ടാഞ്ചേരി കമ്മ്യൂണിറ്റി എന്നതിനെക്കുറിച്ച് ആ സ്ഥലത്തൂടെ നടക്കാൻ പറഞ്ഞു. ഞാനൊരു സൈക്കിൾ എടുത്ത് നടക്കുന്നതിന് ഭാഗമായിട്ടാണ് അവിടെ ഇന്ത്യക്ക് പുറത്തും ഒക്കെയുള്ള പല സമുദായങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു 5 കിലോമീറ്ററിനുള്ളിൽ 39-ലധികം സമുദായങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞോടുകൂടി എനിക്ക് കൂടുതൽ പേടിയാവുകയാണ് ചെയ്തത്. കാരണം അത് ഭയങ്കര ഒരു പൊള്ളുന്ന സബ്ജക്റ്റുമാണല്ലോ. കാരണം പല പ്രാക്ടീസുകൾ നിൽക്കുന്ന ആൾക്കാർ, അവർ റിലീജിയസ് ആയിട്ടുള്ളവർ, ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഇടവും ഒക്കെ ഇത്തരത്തിലാണ് ഞാനതിനെ കാണുന്നത്. അങ്ങനെ പതുക്കെ മട്ടാഞ്ചേരി വർക്ക് തുടങ്ങുകയും അതിലൂടെ രാവിലെ ഒരു സൈക്കിൾ എടുത്ത് പോവുക ചെയ്യുക ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. അങ്ങനെ പതുക്കെ അവരായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും പതുക്കെ മട്ടാഞ്ചേരിക്കാർ എന്നെ വീടുകളിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ റിയാസ് കോം എന്നെ സെറിൻഡിപ്പിറ്റി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് സെലക്ട് ചെയ്യുന്നു. യങ് സബ് കോണ്ടിനെൻ്റ് റിയാസ് കോം ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള 7ഓളം രാജ്യങ്ങളിൽ നിന്ന് 10ഓളം ആർട്ടിസ്റ്റുകളാണെന്ന് തോന്നുന്നു അന്ന് പങ്കെടുത്തിട്ടുള്ളത്. അതിൽ ഒരാളായിട്ട് ഞാനും പങ്കെടുക്കുന്നു. എൻ്റെ ഒരു ആദ്യത്തെ ഇൻ്റർനാഷണൽ എക്സിബിഷൻ സത്യത്തിൽ സെറിൻഡിപ്പിറ്റി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ്.
സത്യത്തിൽ എനിക്ക് അത്രയും വലിയൊരു ആ ഫെസ്റ്റിവലിൽ ഏറ്റവും വലിയ സ്പേസ് കിട്ടിയത് എനിക്കാണ്. കാരണം 44 വലിയ ഫ്രെയിമുകളിൽ മട്ടാഞ്ചേരി ലോകത്തിന് മൊത്തം മിനിയേച്ചർ സ്വഭാവത്തിലുള്ള ഫോട്ടോഗ്രാഫിലാണ് റിയാസ് കോമും സോയ റിയാസും അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഉള്ളിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ദയാനിദാ സിംഗൊക്കെ ആ വർക്കിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നീട് റിയാസ് എന്നെ വിളിച്ചു പറയുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ചെയ്ത വർക്കിൽ എന്തോ ഒരു സത്യമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. സെറൻഡിപ്പിറ്റി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ നന്നായിട്ട് മട്ടാഞ്ചേരി വർക്ക് ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ആ 3 മാസത്തെ കലാജീവിതം എന്നോട് ബിജുവിന് എത്ര ദിവസം മട്ടാഞ്ചേരിയിൽ താമസിക്കും അത്രയും ദിവസം അത് നീട്ടാമെന്ന് പറഞ്ഞിട്ട് ഒരു അനുവാദം റിയാസ് തരിക ചെയ്തത്. അങ്ങനെ മട്ടാഞ്ചേരി വർക്ക് 2 വർഷം നീണ്ടു നിന്ന പ്രൊജക്റ്റായി മാറുകയും അതിൻ്റെ ഭാഗം തന്നെ ആയിട്ട് ഫോർട്ട് കൊച്ചിയിലൊരു മോസ്കിൻ്റെ മുകളിൽ അവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ മട്ടാഞ്ചേരി സെയിം പ്രൊജക്റ്റ് 1.5 വർഷം പ്രദർശിപ്പിച്ചു. അന്നത്തെ ബിനാലയുടെ കൊളാട്രൽ പ്രൊജക്റ്റും കൂടി ആയിരുന്നു അത്. സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു മട്ടാഞ്ചേരിക്ക് മുമ്പുള്ള എൻ്റെ ഒരു ലൈഫ് സത്യത്തിൽ നൊമാഡിക് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു. ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ പൂർണ്ണമായ ഒരു യാത്രികൻ സ്വഭാവം ഉണ്ടായിരുന്നു. ആ യാത്രികൻ തന്നെ ഒരിടത്ത് നിൽക്കാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ മട്ടാഞ്ചേരി എന്ന സ്ഥലത്ത് എത്തിയിട്ട് വളരെ ഒരു ആർട്ട് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഇടപെട്ടപ്പം മട്ടാഞ്ചേരിയിലെ മനുഷ്യർ ഇന്ത്യയുടെ ഇന്നത്തെ എന്താണ് ഇന്ത്യ ഇന്ന് തേടേണ്ടത്, ഇന്ന് മുന്നോട്ട് വെക്കേണ്ടത് എന്നൊരു വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഇടം മട്ടാഞ്ചേരി പറയുന്നുണ്ട്. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് മട്ടാഞ്ചേരി മുന്നോട്ട് വെക്കുന്നത്. അവിടുത്തെ കൾച്ചർ, പലതരത്തിലുള്ള മതസമുദായങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നു, അവരുടെ ഫുഡ്, അവരുടെ നിറങ്ങൾ, എല്ലാ തരത്തിലും മട്ടാഞ്ചേരി ഓരോ തരത്തിലും വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കുഞ്ഞു ദ്വീപാണ് മട്ടാഞ്ചേരി. അത് സത്യത്തിൽ ഇത്രയും സമുദായങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ ഒരു സാംസ്കാരികമായിട്ടുള്ള ട്രേഡ് കൾച്ചറിനെ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റാവുന്ന ഒരിടമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സമയത്ത് മനുഷ്യർ കൂടുതൽ ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയവും കൂടുതൽ ഉള്ളിലേക്ക് ഒതുങ്ങി നിൽക്കുന്നത് വെച്ചാൽ അത് വളരെ ഭൗതികമായിട്ടുള്ള ഒരു ഉള്ളിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന മറ്റൊരു ഇടത്തെയോ മറ്റൊരു ഫിലോസഫിനെയോ അംഗീകരിക്കാതെ സ്വന്തം ഫിലോസഫിയാണ് ഏറ്റവും സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ പറയുന്ന എല്ലാ ഫിലോസഫിയെയും ഉൾക്കൊള്ളുന്ന എന്നാൽ അവരുടേതായിട്ടുള്ള ഇടത്തിൽ നിൽക്കുന്ന ഒരു ഇടമായിട്ട് മട്ടാഞ്ചേരി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ കണ്ടത് മട്ടാഞ്ചേരി എന്ന ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല സമുദായങ്ങൾ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്ഥലത്തെ നിറങ്ങളിലെടുത്ത് അത്രയും വൈവിധ്യമായിട്ടുള്ള നിറങ്ങൾ ഉണ്ട് മട്ടാഞ്ചേരിയിൽ. അപ്പോൾ അത് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു സബ്ജക്റ്റ് നിറങ്ങളിലൂടെ പറയാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യത്തിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് അത് കൊണ്ടുവന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പം അതിൻ്റെ ഒരൊറ്റ ഫോക്കസാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിനുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യരുടെ ചിന്തകളും എല്ലാം എന്താണ് ആ പറയുന്ന സബ്ജക്റ്റിൽ മാത്രമായിട്ട് ഒരു വ്യൂവർക്കും അത് പലതരത്തിലുള്ള വായനകളുള്ള അക്കാദമിക് ആയിട്ടുള്ള വായനകൾക്ക് പെട്ടെന്ന് ഈ പറയുന്ന ഒരു യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു സബ്ജക്റ്റിനെ മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വെള്ളയും കറുപ്പിലും അതിൻ്റെ ഷാഡോസിലും പറയാനാണ് പറ്റുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണത് അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്.
സത്യത്തിൽ മട്ടാഞ്ചേരി ഫോട്ടോഗ്രാഫ് എടുക്കുന്ന എടുത്തു തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 1 മാസത്തോളം മട്ടാഞ്ചേരിയിൽ സഞ്ചരിച്ചിട്ട് ദിവസവും പോയി അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ വീടുകളിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നൊരു ടൈമുണ്ട്. ആ ടൈമിൽ അവരുടെ ഭക്ഷണം അവരെനിക്ക് തരുന്നുണ്ട്. അവരായിട്ടുള്ളൊരു ആഴത്തിലുള്ള സൗഹൃദം ഉണ്ടാക്കിയതിന് ശേഷമാണ്. അതിൽ സാറാ കോഹനൊന്നും എന്നെ ഫസ്റ്റിൽ സ്വീകരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നീട് സാറാ കോഹനായിട്ടുള്ളൊരു ബന്ധം, ഭയങ്കര ആത്മബന്ധം ഉണ്ടാവുന്നുണ്ട്. താഹയുമായിട്ടുണ്ടാവുന്നുണ്ട്, മറ്റ് കമ്മ്യൂണിറ്റികൾ പലരുമായിട്ടുണ്ടാവുന്നുണ്ട്. അപ്പം ആദ്യം ഒരു വീടുകളിലേക്ക് കയറി ചെല്ലുമ്പം അവരുടെ പ്രാക്ടീസ് ഉണ്ടല്ലോ, ആ പ്രാക്ടീസ് ഞാൻ പൂർണ്ണമായിട്ട് വേറൊരു തരത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആദ്യം കണ്ടിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതിനോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കുക. അതെന്നെ സംബന്ധിച്ച് എൻ്റെ നാടുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയിട്ടൊരു ക്വാളിറ്റി ആയിരിക്കും അങ്ങനൊരു ഇടപെടൽ എനിക്ക് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തന്നെ ചില സ്ഥലങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഫോട്ടോഗ്രാഫുകളും കാര്യങ്ങളും എല്ലാം എനിക്ക്, അവരുടെ പഴയ ഫോട്ടോഗ്രാഫുകൾ, അവരുടെ സ്പേസുകൾ, അവരുടെ അടുക്കള, അവരുടെ പ്രാർത്ഥനാലയം, വീടിനുള്ളിലുള്ള പ്രാർത്ഥനാലയം, ഈ തുടങ്ങിയ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അതിനുള്ളിലാണ് ഇവരെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു തലം എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള ഫോട്ടോഗ്രാഫിക്കായിട്ട് ആർട്ട് മേഖലയിലും അക്കാദമിക്കായിട്ടുള്ള പല ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അവരുടെ ചിന്തകൾ എന്നെ ഈ ഒരു വർക്കിൽ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ അതോടുകൂടെ തന്നെ മട്ടാഞ്ചേരിയിലൂടെ നടക്കുമ്പോൾ മട്ടാഞ്ചേരിക്ക് ഭയങ്കര ഒരു മിസ്റ്റിക് ക്വാളിറ്റി ഉള്ള സ്ഥലമാണത്. അത് അത്രയും സമുദായങ്ങൾ ഒന്നിച്ച് പലതരത്തിലുള്ള അവരുടെ ഈ പറയുന്ന പ്രാർത്ഥനാലയങ്ങളും അതിൻ്റെ ഭയങ്കര മിത്തിക്കലായിട്ടുള്ള സ്റ്റോറികളും അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ ഒരു സ്വഭാവം മട്ടാഞ്ചേരിക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള രസകരമായിട്ടുള്ള എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഫോട്ടോഗ്രാഫുകൾ അതിൽ വന്നിട്ടുണ്ട്. പ്രാവിൻ്റെ ചിത്രം, ഈ പ്രാവിൻ്റെ ചിത്രം അതിൽ ഞാൻ വെൽക്കാനുള്ള കാരണം, പ്രാവ് എന്ന് പറയുന്നത് മട്ടാഞ്ചേരിക്കാരുടെ സ്വന്തമാണ്. കാരണം മട്ടാഞ്ചേരിയുടെ എല്ലാ കമ്മ്യൂണിറ്റിയിലും പ്രാവുണ്ട്. അപ്പം പ്രാവ് ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട്. എന്നാൽ ഓരോ ദിവസം ഈ പറയുന്ന ഒരു ലാറ്റിൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അവർ 5 ആൺമക്കളും ഒരു സഹോദരിയാണ്. സഹോദരി മാത്രമേ കല്യാണം കഴിച്ചുള്ളൂ. ഇവർ മൊത്തം ഈ പ്രാവുകളും പക്ഷികളും അവിടുത്തെ ചെടികളൊക്കെ ആയിട്ട് അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത്, ആർക്കിടെക്ചർ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പ്രാവ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. എന്നിട്ട് എന്നെ കുറച്ച് നേരം അത് എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് എടുത്ത ഫോട്ടോഗ്രാഫുകൾ അതിലൊന്നാണത്. അതിന് തൊട്ട് താഴെയുള്ള ആ ഫോട്ടോഗ്രാഫ് ആ കുഞ്ഞുങ്ങളുടെ മുഖത്തുള്ള കണ്ണിലാണ് ഞാൻ ആ പട്ടത്തിൻ്റെത്. അത് പലതരത്തിലുള്ളൊരു വായനകളിലേക്ക് അത് മട്ടാഞ്ചേരിയെ തന്നെ ഒരു പട്ടം പോലെ വേണമെങ്കിൽ അതിന് കാണാം. കുട്ടികളുടെ കണ്ണിൽ ആ സന്തോഷവും ഭയങ്കരമായ ആ ആഹ്ലാദം ശരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫുകൾ. അതേപോലെ ചില ദർഗകളിൽ പോകുമ്പം, ചില സ്ഥലങ്ങൾ, അമ്പലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ എന്നെ വളരെ ഈസി ആയിട്ട് അവർ ഉള്ളിലേക്ക് കയറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് മട്ടാഞ്ചേരിയിൽ ഒരുപാടുണ്ട്. കാരണം ചില സ്ഥലങ്ങൾ നമ്മളെ കയറ്റില്ലല്ലോ. എന്നാൽ അവിടുത്തെ പൂജാരി വന്നിട്ട് തന്നെ എന്നെ നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് മട്ടാഞ്ചേരിയുടെ അത് പള്ളികളാണെങ്കിലും ക്രിസ്ത്യൻ ചർച്ചുകളാണെങ്കിലും എല്ലാത്തിലും അവരെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചില മൊമെൻറ്റുകൾ, അത് ആ സമയത്തെടുക്കുന്ന, ചിലപ്പം രാത്രികളിലെടുക്കുന്ന ചില വെളിച്ചങ്ങളിലുള്ള ചില കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന അനുഭവത്തിലുള്ള ഫോട്ടോഗ്രാഫുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അത് പോർട്രേറ്റിലും കിട്ടിയിട്ടുണ്ട്. സാറാ കോഹൻ്റെ ചില ഇടങ്ങളൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്.
എൻ്റേത് പിന്നെ ഞാൻ ഒറ്റ ലെൻസേ ഉപയോഗിക്കാറുള്ളൂ. അത് 24-70 എന്ന് പറഞ്ഞ ലെൻസാണ്. ഇപ്പം ഉപയോഗിക്കുന്ന ക്യാമറ അത് നിക്കോൺ D850 എന്ന ക്യാമറയാണ്. അത് കഴിഞ്ഞൊരു 5 വർഷമായിട്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് സത്യത്തിൽ പിന്നെ എനിക്ക് കൂടുതൽ ലെൻസുകൾ ഉപയോഗിച്ചിട്ട് ചിത്രങ്ങൾ എടുക്കാൻ തോന്നാറില്ല. കാരണം ഒരൊറ്റ സാധനം തന്നെ കൊണ്ട് തന്നെ വർക്കുകൾ എടുക്കാനാണ് തോന്നിയുള്ളത്. അതിങ്ങനെ ഒരു ലെൻസുകൾ ചേഞ്ച് ചെയ്യുന്ന ഒരു സ്വഭാവം പണ്ടേ എനിക്ക് ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ സത്യത്തിൽ ഒരു 50mm ലെൻസ് ഉണ്ട്, അത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത് ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഈ തിരുവണ്ണാമലയിൽ നിന്ന് ഒരു സന്യാസിയിൽ നിന്ന് കേട്ടിട്ടുള്ളത്, ബിജു ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് ഒരു ഫോം ഉണ്ടല്ലോ, ഒരു ഇമേജ് ഉണ്ട്. എന്നാൽ ആ ഇമേജിനപ്പുറത്തേക്ക് ബീയിങ് ആയിട്ടുള്ള ഫോംലെസ് ഉണ്ട്. ആ ഫോംലെസ്സിനെ കുറിച്ച് എപ്പോഴും ഫോട്ടോഗ്രാഫ് എടുക്കാൻ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സത്യത്തിൽ അത് ചില സമയത്ത് എനിക്ക് നമ്മളറിയാതെ ചില സാധനങ്ങൾ ഫോട്ടോഗ്രാഫിൽ വരുന്നത് അങ്ങനെ ഒരു അനുഭവം കൂടിയുണ്ട്. ഒരു ബീയിങ് ആയിട്ടുള്ള ഒരു അനുഭവം ഓരോ ഒബ്ജക്റ്റിനും, മനുഷ്യരെ മാത്രമല്ല എന്തിനെടുക്കുമ്പോഴും ആ ഒരു ഫോംലെസ് ആയിട്ടുള്ളൊരു ഇടം കൂടി ഉണ്ട് എന്നുള്ളത് അവർ പറഞ്ഞപ്പം കൂടുതൽ നമ്മളെ തന്നെ ഫോട്ടോഗ്രാഫർ എപ്പോഴും ഈ ഇമേജിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണല്ലോ. കാരണം ആ അരൂപിയാണ് സ്ഥായി ആയിട്ടുള്ളൊരു ഇടം. അന്ന് രമണ മഹർഷി പറഞ്ഞിട്ടുണ്ടാണെങ്കിലും അത്തരത്തിലുള്ള ഫിലോസഫേഴ്സും നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് രസപ്പടം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ ഒരു ഫോട്ടോഗ്രാഫറോട്. അപ്പോൾ ആ രസപ്പടം എന്താണെന്നൊരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് അയാൾ തകർന്നു പോകും, അങ്ങനെ എടുക്കാനേ പറ്റില്ല. എന്നാൽ രസപ്പടം നാരായണ ഗുരു പറഞ്ഞത് ചിലപ്പോൾ അതായിരിക്കാം. അതെ അതെ. ഓ അതെ അതെ. താങ്ക് യു സോ മച്ച്.